നിങ്ങൾ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല സാറേ. ആ ചേച്ചിനെ ഞാൻ MG റോഡിൽ നിന്ന് കയറ്റിക്ക് ചേച്ചി പറഞ്ഞെടുക്ക് ഇറക്കി. അല്ലാണ്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ സാറേ. ഞാൻ പോട്ടെ. പിന്നെ നമ്മളെ കട തിരക്കാണല്ലോ സാറേ. അല്ല സാറേ, ഞാൻ ഇത് റെൻറ്റിനെടുത്ത് ഓടുന്ന വണ്ടിയാണ്. അപ്പം ഞാൻ ഓടിയാലില്ലെങ്കിൽ റെൻറ്റ് കൊടുക്കണം. ഇപ്പം പീക്ക് ടൈം ആയതുകൊണ്ട് തലശ്ശേരിന്ന് ഇവിടെ ഒന്ന് ഓടുന്നുണ്ടെങ്കിൽ നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ? എത്ര പൈസ കിട്ടിയാലും മതിയാത്ത അവസ്ഥയല്ല സാറേ ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ അങ്ങും നിങ്ങും ആൾക്കാർ റൂം റെൻറ്റിന് എടുത്തിട്ട് ഊബർ ഓടുന്ന ഗതികോടായിരിക്കും സാറേ. എന്തായാലും ഗൾഫ് പണിയെടുക്കുന്ന പോലെ തന്നെയാണ്. എടുക്കുന്ന നാട്ടിൽ പോകാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ നീ എന്തിനാണോ കഷ്ടപ്പെട്ട് ഈ പണിയെടുക്കുന്നത്? പഠിച്ച പണിക്ക് പോയിക്കൂടെ? ആഗ്രഹിച്ച പണിക്കെല്ലാം പോകണമെന്നുണ്ട് സാറേ. നമ്മൾ ആഗ്രഹത്തെല്ലാം പ്രയോറിറ്റി അച്ഛനെന്തെങ്കിലും സൂക്കോടെ വരുന്നവരേ ഉള്ളൂ. അച്ഛന് സുഖമില്ല സാറേ, ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് ഞാൻ ഓട്ടം ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ ഉള്ളതെല്ലാം എടുത്ത് ഓടുന്നു. എൻ്റെ മോൾ ഏറ്റവും പ്രതീക്ഷയുള്ള അച്ഛനാണ്. അച്ഛനെപ്പോൾ അമ്മേനോട് പറയും ഓൻ രക്ഷപ്പെടും, ഓൻ രക്ഷപ്പെടും. ഞാൻ രക്ഷപ്പെടും സാറേ. ഞാൻ രക്ഷപ്പെടുമ്പോൾ എൻ്റെ അച്ഛൻ വേണം, വയസ്സാണ് സാറേ. അതിലെ സോറി, നീ വിട്ടോടാ. സ്കൈലല്ലേ ഉള്ളവർക്ക്? അല്ല, സ്കൈലൈൻ അപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷൻ കൊടുത്തേ. അപ്പോൾ അതിന് മുമ്പ് ജ്യൂസ് കട എത്തിയ അവിടെ നിർത്തും പറഞ്ഞു. ഞാൻ അവിടെ നിർത്തി. അങ്ങനെ എനിക്ക് വേറെ ഓട്ടം കിട്ടിയിട്ട് ഞാൻ അതെടുത്ത് പോയി സാറേ. ആണോ? ഓക്കെ ഓക്കെ, നീ വിട്ടോടാ. സാറേ എന്തെങ്കിലും വിളിച്ചോ സാറേ. ഇപ്പം ഓട്ടം കിട്ടുന്ന സമയമുണ്ടോ? ഇപ്പം കിട്ടുന്ന ഓട്ടേ കിട്ടുള്ളൂ. ഓട്ടെ സാർ.